ഹായ്, വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ്. ഞാൻ റൌഫ്. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു നാടൻ ചീരത്തോരൻ്റെ റെസിപ്പിയാണ്. ഞാനിത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കിയാലോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ഞാൻ ആദ്യം അരമുറി തേങ്ങാപ്പി ഇതുപോലെ ഒന്ന് പൂണ്ടെടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 7 ചെറിയ ഉള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. ഇനി ഞാൻ ഇതിലോട്ട് എരിവിനായിട്ട് കാന്താരിമുളകാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഒരു 8-10 കാന്താരിമുളക് ഞാൻ ഇതുപോലെ ആഡ് ചെയ്ത് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്കൊരു കാസ്റ്റ് അയൺ ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് അതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാനിവിടെ ആഡ് ചെയ്തത്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഇതിലോട്ടായിട്ട് കടുക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിലാണ് കടുക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയം നമുക്കതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ അരപ്പുണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ. ആദ്യം തന്നെ നമ്മൾ ചീര ഇട്ട് കൊടുക്കരുത്. ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആവും കേട്ടോ നമ്മുടെ ഈ ഒരു തോരൻ കഴിക്കാനായിട്ട്. ഇങ്ങനെ ആരെങ്കിലും തോരൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് കേട്ടോ ഈ തോരൻ കഴിക്കാനായിട്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഇതിലെ ഈ വെള്ളമയെല്ലാം പോയി കിട്ടുന്നത് വരെ നമുക്ക് നമ്മൾ ചമ്മന്തിപ്പൊടിയെല്ലാം ഉണ്ടാക്കുമല്ലോ, ആ ഒരു രീതിയിൽ അതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. തേങ്ങ വറുത്തെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ. വെള്ളമയം നന്നായിട്ട് പോയി കിട്ടുന്നത് വരെ ഞാൻ ഇതിനെ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ നമുക്ക് നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള ചീരയാണ്. ഞാനിവിടെ ചുവപ്പും പച്ചയും കലർന്നിട്ടുള്ള ഒരു ചീരയാണ് കേട്ടോ പെരിക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇതിനെ മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. ഇവിടെ വീട്ടിലുണ്ടാക്കിയെടുത്തിട്ടുള്ള ചീരയാണ്. വളരെ ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ചീര കഴിക്കാനായിട്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. ഈ തേങ്ങയും ചീരയും എല്ലാം ഒന്ന് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന രീതിയിൽ ഞാനിതിനെ ഒന്ന് മിക്സാക്കി എടുക്കണ്ടേ. അതുപോലെ നമ്മൾ ചീരയിലോട്ട് വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. വെള്ളമൊക്കെ ആഡ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതൊരു കുഴഞ്ഞൊരു പരുവത്തിലാവും. അപ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ചീരയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം ഉണ്ടല്ലോ അത് തന്നെ മതി കേട്ടോ നമ്മുടെ ഈ ഉപ്പേരിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ അതുപോലെ തന്നെ വളരെ ടേസ്റ്റും ആവും കേട്ടോ. ഇങ്ങനെ നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. വെള്ളം ആഡ് ചെയ്യാതെ നമ്മുടെ ഈ ചീരയിൽ നിന്ന് വരുന്ന ആ ജലാംശം ഉണ്ടല്ലോ അതിൽ വേണം നമ്മുടെ തോരന് അതുപോലെ ഉപ്പേരിയെല്ലാം വെന്ത് കിട്ടാനായിട്ട്. ഇത് കണ്ടില്ല, ഇപ്പോൾ തന്നെ അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ ഒതുങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഇതിനെ അടച്ച് വെക്കണം കേട്ടോ. അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. കാരണം ഇതിൻ്റെ തണ്ടൊക്കെ ഉണ്ടല്ലോ അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചീരത്തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതലായിട്ട് വെന്ത് കുഴയാനും പാടില്ല കേട്ടോ. ആ ഒരു മീഡിയം ലെവലിൽ വേണം നമ്മളിതിനെ വേവിച്ചെടുക്കാനായിട്ട്. എന്നാൽ ആ ചീരയുടെ ആ ഫ്ലേവറും അതുപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചീരത്തോരൻ എപ്പോഴും ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഏത് രീതിയിലുള്ള ചീര ഉണ്ടാക്കുമ്പോഴും കൂടുതൽ വേകാതെ വെന്ത് കുഴയാതെ അതിൻ്റെ കളറൊന്നും പോകാതെ ആ ഒരു രീതിയിൽ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി നാടൻ ചീരത്തോരൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നാടൻ ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ രീതിയിൽ ഈ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചീരത്തോരൻ ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്